എല്ലാ കൂട്ടുകാർക്കും മിസ്റ്റർ പ്രിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വൺ പീസ് കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെ റോജറിന് എങ്ങനെയാണ് ഈ ഫൈനൽ ആൻഡിനെ കുറിച്ചോ അതുപോലെ തന്നെ വൺ പീസിനെ കുറിച്ചോ അതുപോലെ നമ്മുടെ ഏൻഷ്യൻ ഹിസ്റ്ററിനെ കുറിച്ചൊക്കെ മനസ്സിലാവുന്നതെന്ന്. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മുടെ ഈ തിയറി പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റോജറിന് ഇതൊക്കെ മനസ്സിലാവാനുള്ള കാരണം നമ്മുടെ റോക്സ് ആണെന്നാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതറിയാൻ താല്പര്യമുള്ള ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം നമ്മുടെ ചാനൽ 6K ആവാനായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ 6K എത്താൻ പറ്റിയേക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്ന വിചാരിക്കുന്നു. അതുപോലെ തന്നെ വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാം നമ്മുടെ റോജർ എങ്ങനെയുള്ള ഒരാളാണ്. വളരെ ഫണ്ണായിട്ട് നമ്മുടെ പൈററ്റ് ലൈഫ് വളരെ എൻജോയ് ചെയ്തുകൊണ്ട് പോയിരിക്കുന്ന ഒരാളായിരുന്നു നമ്മുടെ റോജർ. എന്നാലും നമ്മുടെ റോജറിന് പ്രത്യേകിച്ചൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ റോജർ അതുവരെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേങ്കിലും നമ്മുടെ റോജറിൻ്റെ ലൈഫിൽ എല്ലാം മാറി മാറുന്നത് ഗോഡ് വാലി ഇൻസിഡൻറ്റിന് ശേഷമാണ്. ഞാനിങ്ങനെ പറയാനുള്ള മെയിൻ കാരണം നമുക്കറിയാം നമ്മുടെ റോജർ നമ്മുടെ ഗോഡ് വാലിക്ക് മുമ്പ് നമ്മുടെ റോക്സുമായിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മുടെ പൈററ്റ്സിനിടയിൽ ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളായിരുന്നു. എന്നാൽ ഒരു പക്ഷേ ഗോഡ് വാലിക്ക് ശേഷം നമ്മുടെ റോജറിന് നമ്മുടെ ഫൈനൽ ഐലൻഡിനെ കുറിച്ചോ അതുപോലെ തന്നെ നമ്മുടെ വൺ പീസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നത് നമ്മുടെ റോക്സ് ഡി സെബക്കാണെന്നാണ് ഈ തിയറി പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ പറയാനുള്ള മെയിൻ കാരണം ഞാൻ പറഞ്ഞു തരാം. നമുക്കറിയാം നമ്മുടെ റോജറും നമ്മുടെ ഡി ക്ലാനിൽപ്പെട്ട ഒരാളാണ്. പക്ഷേങ്കിൽ നമ്മൾ ഇപ്പോൾ റിവീൽ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ റോക്സിന് നമ്മുടെ ഡി ക്ലാൻ മാത്രമല്ല നമ്മുടെ ഡേവി ജോൺസുമായിട്ട് വരെ കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ റോക്സിന് നമ്മുടെ ഏൻഷ്യൻ ഹിസ്റ്ററിനെ കുറിച്ച് നല്ലോണം അറിയാൻ ചാൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഡേവി ക്ലാൻസിലുള്ളവർ തങ്ങളുടെ ഹിസ്റ്ററി തലമുറകളായിട്ട് കൈമാറിക്കൊണ്ട് വരുന്ന ആൾക്കാരാവാനാണ് ചാൻസ് കൂടുതൽ. അങ്ങനെയായിരിക്കും നമ്മുടെ റോക്സിന് ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടാവുക. എന്നാൽ നമ്മൾ റോജറിനെ വെച്ച് നോക്കുകയാണെങ്കിൽ റോജറിന് ഇങ്ങനെയുള്ള ഒരു കണക്ഷൻ ഉള്ളതായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ചൊന്നും കാണിക്കുന്നില്ല. റോജറിൻ്റെ പേരിൽ ഡി ഉണ്ടെന്ന് മാത്രമേ നമുക്കറിയുള്ളൂ. നമ്മുടെ റോജറിൻ്റെ ഡീൻ്റെ ഒറിജിൻ ഇതുവരെ കാണിച്ചിട്ടില്ല. ഈ ഒരു കാരണം കൊണ്ടാണ് പലരും പറയുന്നത് നമ്മുടെ റോജറിന് നമ്മുടെ ലാഫ്റ്റൈലിനെ കുറിച്ചോ അതുപോലെ തന്നെ ഏൻഷ്യൻ ഹിസ്റ്ററിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തത് മറ്റാരുമല്ല നമ്മുടെ റോക്സ് ഡി സെബക്കാണെന്ന്. കാരണം നമ്മുടെ റോക്സിനെ അറിയാൻ തൻ്റെ അവസാനം ഏകദേശം അടുത്തിട്ടുണ്ടെന്ന് നമ്മുടെ ഗോഡ് വാലിയിൽ വെച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ റോക്സ് ഒരുപക്ഷെ നമ്മുടെ റോജറിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ക്ലൂ കൊടുത്തിട്ടുണ്ടാവും. നമ്മുടെ വോയിഡ് സെഞ്ചുറിനെ കുറിച്ചോ അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ക്ലൂ നമ്മുടെ റോജറിന് നമ്മുടെ റോക്സ് കൊടുത്തിട്ടുണ്ടാവും. ഒരു പക്ഷേ ഇത് കേട്ട് ട്രിഗറായിട്ടായിരിക്കാം നമ്മുടെ റോജർ ലാഫ്റ്റൈലും തേടി പോകുന്നത്. അതുമാത്രമല്ല ഈ തിയറി തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ റോക്സ് നമ്മുടെ റോജറിന് കൃത്യമായിട്ട് കാര്യങ്ങളൊന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവില്ല. എന്തെങ്കിലും തരത്തിലുള്ള ചെറിയൊരു ഹിൻറ്റ് മാത്രമായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഇങ്ങനെയാണ് സംഭവമെങ്കിൽ നമ്മുടെ റോക്സിന് ഇപ്പോൾ ഉള്ളതിലും കൂടുതൽ ഹൈപ്പ് കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റോക്സിനെ ഇപ്പോൾ വലിയൊരു ആളായിട്ടാണ് എല്ലാവരും കാണുന്നത്. നമ്മുടെ ഗോഡ് വാലിയിൽ നമ്മുടെ റോക്സ് പോകാനുള്ള റീസൺ വരെ തൻ്റെ ഫാമിലി ആയിരുന്നു. അതിനുശേഷം നമ്മുടെ റോക്സ് ഇത്രയും വലിയൊരു ഇൻഫർമേഷൻ റോജറായിട്ട് ഷെയർ ചെയ്തെന്ന് കൂടി നമ്മുടെ ഫാൻസ് അറിയുമ്പോൾ എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നതെന്ന് പറയാൻ പോലും പറ്റില്ല. നമ്മുടെ റോക്സിൻ്റെ ഹൈപ്പ് ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് കൂടിക്കൊണ്ട് തന്നെ നിൽക്കുന്നതാണ് എനിക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച പുതിയ ചാപ്റ്റർ, അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. ഈ തിയറി സത്യമാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് നോക്കുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ കൃത്യമായിട്ട് എത്തുള്ളൂ. എന്നാൽ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.